പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം.
അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും RSS രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാന്ന വലത് കരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ജെറമ്യാ 1:6 എടുത്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ്. ഞാൻ ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചില്ലേ, ആരെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ദൈവത്തോട് പറയണത്. എന്നെ അയച്ചിട്ട് കാര്യമില്ല, ഞാനൊരു പാവമാണ്, ഞാനൊരു ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല, എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു. ലക്ഷ്യം പറയും, കർത്താവിന് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, നീ ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, കൽപ്പിക്കണ എന്തും നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അത് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചു, അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. എന്തൊരു വർത്തമാനം! ഇതൊക്കെ ഇന്നും നടക്കണ കാര്യമാണ്. കർത്താവ് വന്ന് നാവിൽ തൊടും. അപ്പം ഈ ഐസയായിൽ നാവിൽ കനൽ കൊണ്ട് തൊടുന്നു, ജെറമ്യായിൽ നാവിൽ കൈ കൊണ്ട് വിരൽ കൊണ്ട് തുടർന്ന്. അപ്പോൾ ഇതിന് എന്താണ് ഐസയായിൽ പറയണത്? നീ അശുദ്ധനെന്ന് നിന്നെ വിളിക്കരുത്, നീ പിഴുത് എറിയാനുള്ളവരാണ്, പണിതുയർത്താനുള്ളവരാണ്. അപ്പോൾ എന്താണ് ഈ നാവിൽ തൊടണമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ കൊടിൽ കൊണ്ടെടുത്ത് കനൽ കൊണ്ട് തൊടുകയാണ്. എന്താ സംഭവം? നാവിൽ തൊടണേ എന്താണ്? ശരിക്കും അത് തന്നെയാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കനൽ തൊട്ടപ്പോൾ ശുദ്ധി ഉണ്ടായില്ലേ ഐസയാക്ക്? കനലെന്ന് പറഞ്ഞാൽ എന്താണ്? ജെറമ്യാ പറയും അത് വചനമാണ് നിക്ഷേപിക്കണമെന്ന്. ആ വചനം തന്നെയാണ് നമ്മൾ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണത്. ഈ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന വചനത്തെക്കുറിച്ചാണ് യോഹന്നാൻ 15:3 പറയണത്. ഞാൻ നിന്നോട് പറഞ്ഞ വചനം നിമിത്തം നീ വിശുദ്ധിയുള്ളവനായിരിക്കുന്നു. അപ്പോൾ വചനാധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ ഉടമ്പടി സഹായിക്കും. നമ്മൾ ഒരേ സമയം ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരാകും. അപ്പോൾ നമ്മൾ ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരും ആകുന്നതിന് വേണ്ടി ആയിരിക്കണം ഉടമ്പടിയുടെ ലക്ഷ്യം. അതായിരിക്കണം ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ നിയോഗം. ആ നിയോഗം നമ്മൾ നെഞ്ചിലേറ്റി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ അൽത്താരയിൽ നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മാളവിക. ഞാൻ പത്തനംതിട്ട അടൂരെന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആണിത്, പ്രശാന്ത് എന്നാണ് പേര്. 2025 ജൂലൈ മാസം 16 ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യമാണ് ഞാൻ വെച്ചിരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കോവിഡ് ടൈമിലാണ് അറിയുന്നത്. പക്ഷേ അന്ന് എനിക്ക് കൂടുതലൊന്നും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അത് ഞാൻ കേട്ടു അങ്ങ് വിട്ടു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നീട് ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ കാണുന്നൊരു വ്യക്തിയുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയാണ് എന്നോട് ആദ്യം പറയുന്നത്, ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് മോളെ, അവിടെ പോകണം, അവിടെ അമ്മയെടുത്ത് നിൻ്റെ വിഷമം എല്ലാം പറഞ്ഞ ഒരു പരിഹാരം എല്ലാത്തിനും അമ്മ കാണിച്ചു തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എൻ്റെ മനസ്സിൽ പള്ളിയിൽ പോകണം എന്നുള്ളത്, അത് എന്നെ ഇവിടത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് തോന്നിയത്. പോകണം എന്നുള്ള ഇത്. അപ്പം ഞാൻ എൻ്റെ അമ്മയോടത് പറഞ്ഞു, അമ്മ ഇങ്ങനെ എൻ്റെ മനസ്സിലങ്ങ് പോകണം എന്നൊരു തോന്നലങ്ങ് വന്നുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പോകണം. അപ്പം തന്നെ ഞാൻ ഫോണിൽ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് പോകണമല്ലോ അവിടെ, എനിക്ക് ഇങ്ങനെ അങ്ങ് തോന്നുവാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ പോവാതിരിക്കുക, ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, എനിക്കും വരണമെന്നുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞ്, ചേച്ചി അതിരാവിലെ പോവും, വെളുപ്പിനെ പോവും, അതുകൊണ്ട് ഞാൻ പോകാം, പോയിട്ട് അവിടുത്തെ ഒന്നും ചേച്ചിക്കും എന്നെക്കുറിച്ച് അറിയത്തില്ല, ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, പോയിട്ട് വന്നിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഉടമ്പടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് തന്നെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം തന്നു, പ്രാർത്ഥിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു തന്നു. അന്ന് സന്ധ്യ തൊട്ട് ഞാൻ അമ്മയുടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ചേച്ചി എല്ലാം പറഞ്ഞു തന്ന ആ ഒരു ഊഹത്തിൽ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയെല്ലാം അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഹസ്ബൻഡിന് ആദ്യമൊന്നും കൃപാസനത്തിൽ വരുന്നതിനോടോ അങ്ങനെ വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, നീ പൊക്കോ, പ്രാർത്ഥിച്ചോ, അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു, വാ നമുക്ക് എന്നാൽ പോകാം, പള്ളിയിൽ പോകാം. അങ്ങനെ ചേച്ചിയും ഞാനും ഹസ്ബൻഡും കൂടെ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ അവിടെ വിട്ടിട്ട് ഞാൻ കാറിൽ ഇരുന്നോളാം, നീ പോയി എല്ലാം ചെയ്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, അയ്യോ ചേട്ടാ കുറച്ച് സമയമൊക്കെ എടുക്കും അതിന്, അപ്പോൾ എത്ര സമയമായാലും കുഴപ്പമില്ല, ഞാൻ കാറിൽ ഇരുന്നോളാം, നിങ്ങൾ പോയി എല്ലാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ശരി, എന്തുവാണെന്നോ എനിക്കറിയത്തില്ല. പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാം, ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വരുവാ നിൻ്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് ഉടമ്പടി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് എല്ലാം ചെയ്ത് എനിക്കങ്ങ് അത്ഭുതമായിരുന്നു. എങ്ങനെ പറഞ്ഞ ആൾ പെട്ടെന്ന് ഇതെന്തോ പറ്റി എന്നും. അപ്പോൾ ചേച്ചിയും പറഞ്ഞു, അയ്യോ ചേട്ടന് എന്തോ പറ്റി. അങ്ങനെ എൻ്റെ കൂടെ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ഇദ്ദേഹം ഒരു എക്സ് സർവീസ്മാനാണ്, പട്ടാളക്കാരനാണ്. 2019 റിട്ടയർഡ് ചെയ്തു വന്ന ആളാണ്. ഞാൻ അമ്മയെടുത്ത് എൻ്റെ നിയോഗത്തിൽ ആദ്യം വെച്ചത് ഇദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് വെച്ചത്. 2019 തൊട്ട് ഇപ്പോൾ 6 വർഷമായി സ്ഥിരമായ ഒരു ജോലി ഇല്ലാതെ അദ്ദേഹം നിൽക്കുമായിരുന്നു. ആ സമയത്ത്, ആ ഇറങ്ങിയ സമയത്ത് ഫയർഫോഴ്സിലും ഈ ട്രാഫിക് പോലീസിലോട്ട് ഈ എക്സ് സർവീസ്മെന്നെ എടുക്കുന്ന ഒരു വേക്കൻസി വന്നായിരുന്നു, ഇവരെ മാത്രം എടുക്കുന്നു. അങ്ങനെ അതിൽ അദ്ദേഹം അപ്ലൈ ചെയ്ത് കുറച്ച് പേരെ, എനിക്ക് തോന്നുന്നു ഒരു 10 പേരെയോളം അവർ ആ ലിസ്റ്റിൽ നിന്ന് വിളിച്ചുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 19 ഇദ്ദേഹത്തിൻ്റെ നമ്പർ. അപ്പം കുറച്ച് പേരെ വിളിച്ചുള്ളൂ, ഇനിയിപ്പോൾ ഉടനെ ഒന്നും വിളിക്കത്തില്ല എന്നുള്ള. അങ്ങനെ പല ജോലികളിലും ഇദ്ദേഹം പോയി. പല ജോലിയും പോയെങ്കിലും 3 മാസം അല്ലെങ്കിൽ 6 മാസം അദ്ദേഹം അവിടെ തേക്കത്തില്ല. ഒന്നീ ഇദ്ദേഹം മതിയാക്കി ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇറങ്ങും. അതായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ കുറേ നാൾ, ഒരു 6-7 മാസം ജോലി ഇല്ലാതെ വെറുതെ വീട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു, ഒന്നുമില്ലാതെ. ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അമ്മ എന്തെങ്കിലും എനിക്ക് കാണിച്ച് തന്നേ പറ്റൂ ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യത്തിൽ. അതിനായിട്ട് ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ എനിക്കൊരു അടയാളം അമ്മ തരണം, അല്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു തീർന്ന്, എനിക്കിന്ന് അടയാളം വേണം അമ്മേ. ജൂലൈ മാസം 31-ാം തീയതിക്ക് മുമ്പ് ഇദ്ദേഹത്തിന് സ്ഥിരമായൊരു ജോലി അമ്മ എനിക്ക് തന്നേ പറ്റൂ അമ്മേ, അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല അമ്മേ. ഇദ്ദേഹം ആദ്യം ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഫയർഫോഴ്സിൽ തന്നെ കിട്ടണമെന്നുള്ളത്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ ജോലി, പക്ഷേ കിട്ടിയതേ ഇല്ല. ഈ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കുന്നതും ഇല്ല. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ കിടക്കുക. ഞാനിവിടെ അമ്മയെടുത്ത് അടയാളം തരണേ അമ്മയെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്മയുടെ ആ 3 ഇതളുള്ള വലിയ മെഴുകുതിരി ഇരിക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കേട്ടല്ലോ, അമ്മ എനിക്ക് ഇതാണോ അടയാളമായിട്ട് തന്നേന്ന് ഞാൻ ചോദിച്ചു. അതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്ന് രാത്രി തന്നെ എനിക്ക് സ്വപ്നദർശനം വരുക. 7:15 എന്ന് പറഞ്ഞ ഒരു സംഖ്യ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അത് 3 പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 7:15 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെ പോവുക.
സമയഘടികാരം നെഞ്ചിലെത്തി അമ്മ ഇവിടെ വന്നത് 8:10 അതുപോലെ എനിക്ക് 7:15 പറഞ്ഞ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അമ്മേ. അപ്പം അമ്മ പറഞ്ഞു, നീ സമാധാനം എഴുതിയിട്ടിരിക്കുക, അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും, അത് കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് പറഞ്ഞു, വീണ്ടും ഫയറിലോട്ടും ട്രാഫിക്കിലോട്ടും ആളിനെ എടുക്കുന്നെന്ന് ഇങ്ങനെ പറയുന്ന കേട്ടു, ഒന്ന് പോയി അന്വേഷിക്ക്, പത്തനംതിട്ട ഫയറിലൊന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഒന്ന് പോയി തിരക്കാം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഇടണേന്ന്. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്ത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. കിട്ടുമെന്നും അല്ലെങ്കിൽ വിളിക്കുമെന്നും ഉടനെ എടുക്കുമെന്നും അങ്ങനെ ഒന്നും പറയുന്നില്ല. വേക്കൻസി വരട്ടെ അപ്പം നോക്കാം, ലിസ്റ്റിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങ് വിട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് ഈ വിവരം എന്നോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അറിയുന്നു ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവുക, ഇനിയിപ്പോൾ അതിൽ നിന്ന് ആരെയും എടുക്കത്തില്ല, ആ ലിസ്റ്റ് ഇനിയില്ല, ഇനി പുതിയ നോട്ടിഫിക്കേഷനേ വരത്തുള്ളൂ, ലിസ്റ്റിൽ ഇനി എടുക്കത്തില്ല, ആ ലിസ്റ്റ് കഴിഞ്ഞു, ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തോ അമ്മേ അടയാളമായിട്ട് തന്നതുമൊക്കെ അല്ലേ, എന്തോ അമ്മേ ഞാൻ എന്ത് ചെയ്യും അമ്മേ, അമ്മ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും അമ്മ ആ ജോലി എനിക്ക് ആ ചേട്ടനും നേടിക്കൊടുത്തേ പറ്റൂ അമ്മയെന്ന് ഞാൻ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ, ഞാൻ ഈ കരയുന്നാണ്ട് ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കണ്ട, അമ്മ ആ ജോലി എനിക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എത്ര ലിസ്റ്റ് ക്ലോസ് ചെയ്യാലും എങ്ങനെ ആയാലും അത് അമ്മ എനിക്ക് തന്നിരിക്കുമെന്ന് ഇദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അത് ശരിയാ ചേട്ടാ, അങ്ങനെ തന്നെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരിക, ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പത്തനംതിട്ടയിൽ ചെല്ലാനായിട്ട് 3-ാം തീയതി ചെല്ലണമെന്നും പറഞ്ഞ് ആ കോളിംഗ് ലെറ്റർ വന്നു ഇദ്ദേഹത്തിന്. അത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സ്വപ്നമാണോ ഇത് സത്യമാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് തന്നെ ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് ആ കോളിംഗ് ലെറ്റർ ഞാൻ അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു പോയി. അത് അപ്പം ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വന്നപ്പം ആ അമ്മ കാണിച്ച 7 പറഞ്ഞ നമ്പർ 7-ാം മാസം, ജൂലൈ 7-ാം മാസം എനിക്ക് അമ്മ 7 എനിക്ക് മെഴുകുതിരിയിലും കാണിച്ചു തന്നായിരുന്നു 7 പറയുന്ന നമ്പർ. ആ 7-ാം മാസം അമ്മ എനിക്ക് ആ കോളിംഗ് ലെറ്റർ ഇദ്ദേഹത്തിന് വന്നിരുന്നു. അങ്ങനെ 13-ാം തീയതി അദ്ദേഹത്തിന് ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ്ങിന് കയറി 15 പറയുന്ന തീയതി 7/15 ഞാൻ കണ്ടത്. 15-ാം തീയതി ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഫയർ സ്റ്റേഷനിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞു അവിടുന്ന് ചേട്ടന് കിട്ടി, ആ ലെറ്ററും കിട്ടി. അങ്ങനെ 7/15 പറഞ്ഞ നമ്പർ എനിക്ക് അമ്മ കാണിച്ചു തന്നത് സത്യമായി. ഇവിടെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് തന്നെ, ഇത് വേറൊന്നുമല്ല. അമ്മ മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ജോലി. ഒരുപാട് 3 വർഷമായിട്ട് ലിസ്റ്റിൽ കിടന്നതാണ്. ആ ലിസ്റ്റ് അനങ്ങാതെ എൻ്റെ അമ്മ ആ ലിസ്റ്റ് അവിടെ നിന്ന് അനക്കി. അതുമാത്രമല്ല, ലാസ്റ്റ് ഇദ്ദേഹത്തെയാണ് വിളിച്ചത്. 19 പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചു. അതോടുകൂടി ആ ലിസ്റ്റ് അവർ ക്ലോസ് ചെയ്തു. പിന്നെ ഇനി ആ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കത്തില്ല. ആ 19 ആൾ ഇദ്ദേഹമായിരുന്നു. ഇനി പുതിയ ലിസ്റ്റ് വന്നേ അടുത്ത ആൾക്കാരെ എടുക്കത്തുള്ളൂ. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഈ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ജോലി തന്ന് അമ്മ ഞങ്ങളെ സഹായിച്ചു. 2-മത്തേന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇടത്തെ കഴുത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് നാളിന് മുമ്പ് ഒരു ചെറിയ നിഴലിപ്പ് പോലെ വന്നായിരുന്നു. അതിങ്ങനെ ദിവസം കഴിയുന്തോറും അതിങ്ങനെ കൂടി ഇങ്ങനെ ഒരു മഞ്ചാടി കുഴുവിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിങ്ങനെ ദിവസം കൂടുന്തോറും പോകുന്നല്ലോ, അപ്പോൾ സർജനെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മയെ സർജനെ കാണിക്കുന്ന, ഞാൻ ഇവിടുന്ന് അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ ഒരു സർജൻ ഉണ്ടല്ലോ അമ്മേ, നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ആ കഴുത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ആ സാധനം അവിടെ ഇല്ല. ആ നിഴലിപ്പും ആ ഒരു മുഴ പോലുള്ളത് അമ്മയുടെ ആ ഭാഗത്തില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ ഈ ഭാഗത്തല്ലേ, എന്നാൽ മറ്റേ ഭാഗത്തായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നോക്കി. ഇന്ന് ഈ നിമിഷം വരെ ആ ഒരു സാധനം പിന്നെ അമ്മയ്ക്ക് വന്നിട്ടില്ല.
അങ്ങനെ ഒരു സൗഖ്യം എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിനായിട്ട് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രശാന്ത്. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഞാൻ ആദ്യം ഇവിടെ വൈഫ് വരുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി എന്നെ അമ്മ വിളിക്കുന്നതായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമായി. ഞാൻ ഇപ്പോഴും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് ജോലി കിട്ടിയതെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം 197 പേരുടെ ലിസ്റ്റ് 3 വർഷമായെങ്കിലും അവസാന നിമിഷം അവസാനം ഒരു 4 പേരെ അവർ വിളിച്ചു. അതിൽ ഏറ്റവും അവസാനത്തെ നമ്പർ എൻ്റേതായിരുന്നു. അപ്പോൾ അതിൽ അമ്മയുടെ വലിയ ഒരു കടാക്ഷമുണ്ട്. 1000 നന്ദി അമ്മയ്ക്ക്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത് ഇവിടെ നിന്നും പത്രം ഞാൻ മാസം തോറും വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും തുണിക്കടകളുടെ ഫ്രണ്ടിലും ഞാൻ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പൊതിച്ചോറ് ആദ്യം ഞാൻ 5 ആയിരുന്നു, പിന്നെ ഞാനത് 6 ആക്കി, പിന്നെ 7 ആക്കി. അങ്ങനെ ഓരോ മാസവും ഞാൻ കൂട്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വാർഡിലല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ചേച്ചിയുടെ വാർഡിൽ തളർന്നു പോയ ഒരു ചേട്ടനുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവുകയും ഞങ്ങൾ 2 പേരും കൂടെ പൈസയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന പൈസയായിട്ടും ഡ്രസ്സായാലും അവിടെ ഒരു മോനുണ്ട്. ആ മോന് ഭക്ഷണവും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ മുഖാന്തരം എനിക്കറിയാവുന്ന 2 ചേച്ചി ഇവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ എണീറ്റ് ജപമാല ചൊല്ലുന്നത്. ബൈബിളും ഞാൻ വായിക്കാറുണ്ട്. ഇവിടെ ഉടമ്പടി പറഞ്ഞ പോലെ 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഒരു ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങത്തില്ല. അത് മറ്റുള്ളവരിലോട്ടും ഞാൻ ഷെയർ ചെയ്യും. ഒരു ചൊവ്വാഴ്ച പോലും ഞാൻ മുടങ്ങത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം എനിക്കിപ്പോൾ മനസ്സിൽ വന്ന എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ ഓടി വന്ന് അച്ഛൻ്റെ സംസാരം കേൾക്കും. അച്ഛൻ്റെ ആ ഒരു ശബ്ദം എനിക്കൊന്നും കേട്ട ഒരു സമാധാനമാണ്. ഒന്നുകിൽ ഡെയിലി ബ്രെഡിൻ്റെ കേൾക്കും, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ കേൾക്കും. അച്ഛൻ്റെ ശബ്ദം കേട്ടതാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ കേൾക്കും. ആ ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമായ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഓടി വന്ന് ഞാൻ കേൾക്കും. ഉടമ്പടി വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ടവർക്കായാലും ഓരോരുത്തരും നമ്മൾ മറ്റേത് റോട്ടിൽ കൂടെ പോകുമ്പോഴൊന്നും ആരെയും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം എവിടെ ആരെ കണ്ടാലും എനിക്ക് മനസ്സിൽ തോന്നും, അയ്യോ ഇതൊരു പാവമാണല്ലോ, അല്ലെങ്കിൽ അതൊരു പാവം കുഞ്ഞാണല്ലോ, അല്ലെങ്കിൽ പാവം ഒരാളാണല്ലോ. അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഞാൻ അവർക്ക് നൽകും. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അതല്ല അവർക്ക് എന്തുവാണോ വേണ്ടതെന്ന് വെച്ചാൽ എന്നാൽ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടത്തി തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മരണം വരെ ഇനി ഈ ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യും. ഇത്രയും അനുഭവങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും 1000 നന്ദി. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരം വരുളും. വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. സങ്കീർത്തനം 20:6 ദൈവത്തിൻ്റെ രക്ഷയിലും വിശ്വസ്തതയിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ കേൾക്കുന്ന ദൈവസ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടുത്തെ ശക്തിയും സംരക്ഷണവും ഉടമ്പടി മക്കൾക്ക് എപ്പോഴും ഉറപ്പാണ്. മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം. ചിലപ്പോൾ ഉത്തരം കിട്ടാനായിട്ട് അല്പം വൈകും, എങ്കിലും ഒരിക്കലും ദൈവം മൗനമായി നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് മാലവിക പ്രശാന്ത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ഈ മാലവികയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിൽ ജോലിയായിരുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ജോലിയില്ലാതെ പല സ്ഥലങ്ങളിൽ ജോലിക്കായി അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നീട് അറിഞ്ഞു ഫയർഫോഴ്സിൽ വേക്കൻസി ഉണ്ട്, അവിടെ ലിസ്റ്റ് കൊടുത്തു.
ആ ലിസ്റ്റിൽ വരികയും ചെയ്തു. പക്ഷേ വീണ്ടും 3 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീടാണ് സ്വന്തം ചേച്ചി കൃപാസനത്തെപ്പറ്റി അറിയുകയും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് ചേച്ചി തന്നെയാണ് അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വരികയും, പക്ഷേ ആദ്യം വന്നപ്പോൾ തന്നെ മകൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ കയറില്ല, ഞാൻ വണ്ടിയിലിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വന്ന പ്രശാന്ത് പിന്നീട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഉൾപ്രേരണ തോന്നി. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാനായിട്ട് നമ്മൾ തോന്നിയല്ല, നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആ ഉൾപ്രേരണ മാതാവ് തന്നെയാണ് ഒരുപക്ഷെ ഈ മകന് കൊടുത്തത്. അങ്ങനെ ഇവിടെ കൂട്ടിനായി വന്ന പ്രശാന്ത് വൈഫിനോടൊപ്പം ക്ലാസ്സിൽ പോവുകയും പിന്നീട് മരിയൻ ഉടമ്പടി എടുക്കുകയുമായിരുന്നു. പിന്നീടുള്ള ജീവിതത്തെപ്പറ്റി പറയുന്നതെല്ലാം നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മകൾ പ്രാർത്ഥിച്ചത് 3 പ്രാവശ്യം പുതുക്കി 3-ാം പുതുക്കലിലാണ് ഈ മകൾ ഒരടയാളം അന്വേഷിക്കുന്നത്. അമ്മ മാതാവെ, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊരടയാളം നൽകണേ എന്ന്. അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പ്രശാന്തിൻ്റെ കയ്യിൽ മെഴുകുതിരിയാണ് പ്രദക്ഷിണത്തിൽ ലഭിച്ചത്. അപ്പോൾ തന്നെ ഒരു ചെറിയ അടയാളമായിട്ട് മാലവികയ്ക്ക് തോന്നി. പിന്നീട് അന്ന് തന്നെ ഒരു സ്വപ്നത്തിൽ തന്നെ 75-715 എന്ന നമ്പർ 3 പ്രാവശ്യം സ്ക്രോൾ ചെയ്തു. അതും ഈ മകൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി എത്തിയപ്പോൾ 8:10 എന്ന് കാണിച്ചത് ഈ മകൾക്ക് മനസ്സിലായി. അത് ഓർത്തു. അപ്പോൾ ഈ മകൾ വിചാരിച്ചു എന്തായിരിക്കാം ഈ 715 എന്ന നമ്പർ. പിന്നീടാണ് മനസ്സിലായത് അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആ ഫയർഫോഴ്സിൽ ആപ്ലിക്കേഷനൊക്കെ പോയപ്പോൾ കൊണ്ടുപോയി വേക്കൻസിയെ പറ്റി അറിയാൻ പോയപ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പുമായിട്ടാണ് പ്രശാന്ത് പോയിരുന്നത്. അങ്ങനെ ഈ മകൾ വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പ്രശാന്ത് മടിച്ചു നിന്ന ആ പ്രശാന്ത് തന്നെയാണ് മാലവികയോട് പറയുന്നത്, വിഷമിക്കേണ്ട, പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തന്നെ തരും, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട എന്ന് പ്രശാന്ത് തന്നെ മാലവികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും അടുത്ത ലിസ്റ്റ് വരികയാണ്. ആ ലിസ്റ്റ് വന്നപ്പോഴത്തേന് 4 പേർ, ആദ്യം ഒരു ലിസ്റ്റ് വന്നു, അവിടെ പ്രശാന്തിൻ്റെ പേരില്ലായിരുന്നു. പിന്നീടുള്ള ലിസ്റ്റിനാണ് ഫസ്റ്റ് ലിസ്റ്റിൽ 15 പേരാണ് വിളിച്ചത്. പിന്നീട് സെക്കൻഡ് ലിസ്റ്റിൽ 4 പേരിൽ 4ാമത്തെ ആളായിട്ടാണ് പ്രശാന്തിന് സെലക്ഷൻ ആവുന്നത്. അതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 വർഷം ലിസ്റ്റിൽ കിടന്ന ഈ പേര് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ പേര് വരണമെങ്കിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥ ഇടപെടലിലൂടെയാണ് ഈ മണി കിട്ടിയെന്നാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും മെറിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെയും ആ മെറിറ്റ് ഉണ്ടായിരുന്ന ആ വ്യക്തി ആയിരുന്നാൽ പോലും 4ാമത് സെലക്ഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റായിട്ട് നെയിം വെച്ചത് ക്ലോസ് ആവുകയാണ് ആ ലിസ്റ്റ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ വലിയ സാന്നിധ്യമാണ്. നമുക്ക് കഴിവില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ആ നിമിഷങ്ങളിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ പ്രശാന്തിന് ഇന്ന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. 31 എന്ന ഡേറ്റ് ഇട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മയോട് പറഞ്ഞതും അതുതന്നെയാണ്, ജൂലൈ 31 മുമ്പ് അമ്മയെ എനിക്ക് ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഇന്ന് ജൂലൈ 31 പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് മാലവികയും ഹസ്ബൻഡ് പ്രശാന്തും വന്നിരിക്കുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് അമ്മയുടെ രോഗസൗഖ്യവും. കഴുത്തിലുണ്ടായിരുന്ന ഒരു മുഴയുടെ കാര്യം പറഞ്ഞത്, ഉടമ്പടി തൈലം തേച്ച് മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഹോസ്പിറ്റലിലും പോയില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൾ പറഞ്ഞത്, ഏറ്റവും വലിയ സർജൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നാണ്. ആ സർജൻ്റെ അടുത്ത് പോയാണ് പ്രാർത്ഥിച്ചത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് കൊടുത്തു, തൈലം തേച്ചു പ്രാർത്ഥിച്ചു. ആ മുഴ ഡിസപ്പിയറായി, അപ്രത്യക്ഷമായി. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൈവിടില്ലാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം രോഗസൗഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മക്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പൊതിച്ചോറ് കൊടുക്കുകയും തളർന്ന വീൽചെയറിൽ നിൽക്കുന്ന രോഗികളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ, ഇതൊന്നും ഈശോയും അമ്മയും കാണാതെ പോകുന്നില്ല. നമ്മൾ ഓരോ കാര്യവും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. ഈ മക്കൾ, അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലും മനുഷ്യശക്തിയിലല്ല ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ സഹായം മനുഷ്യശക്തിയിൽ നിന്നല്ല, കർത്താവിൽ നിന്നാണ്. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും തൻ്റെ ശക്തിയാൽ എന്നെ നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മാലവികയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിർത്തിയ ഈശോയ്ക്കും ദേവമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സനിത. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14/7/2023 ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായത് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു കൃപാസന പത്രം ലഭിക്കുകയും അതുവഴി ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് എൻ്റെ നിയോഗം സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് അലർജി അസുഖങ്ങളുണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ നല്ല തുമ്മൽ, ചുമ, കഫക്കെട്ട്, പനി, സ്കിൻ റാഷസ്. എപ്പോഴും എനിക്കിത് ഇടവിട്ട് വരികയും 15 വയസ്സ് മുതലാണ് എനിക്കിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്ക് 36 വയസ്സായി. എന്നാലും എനിക്ക് ഇത് മരുന്ന് കഴിക്കും, മാറും. പക്ഷെ പിന്നെ ഇത് ഇടവിട്ട് വരികയും ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നെ കണ്ണിലാണെങ്കിലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണിൽ പൊടി പോകുന്ന അവസ്ഥ, കണ്ണ് ചൊറിയുക, കണ്ണിൽ ചുവന്ന് കലങ്ങുന്ന അവസ്ഥ, എപ്പോഴും തുമ്മുക, ജലദോഷം, മൂക്കിൽ പിടിക്കുകയാണെങ്കിൽ കുറേ തുണീൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് അതും ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ചൊല്ലായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് അലർജി സംബന്ധമായ അസുഖം കൂടി വരികയും ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് ഇടവിട്ട് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അവസ്ഥ മോശമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട, മരുന്ന് നിർത്തിക്കോ, ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് എടുത്താലും എനിക്ക് ഈ സ്കിൻ ഡിസീസ് കൂടി വന്നു. ചൊറിച്ചിലാണ് മെയിനായിട്ട്. അത് പ്രൈവറ്റ് പാർട്സിൽ പലതരത്തിലും, തലയിൽ വരെ ചൊറിച്ചിൽ, കണ്ണിൻ പീലി, മൂക്ക് ചൊറിച്ചിൽ, വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥ കൂടി വന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ജനലിൽ ഒരു സിൽവർ ഗ്രേ കളറിൽ ഒരു വെളിച്ചം കാണുകയും അത് ആദ്യം മിന്നാമിനിങ്ങിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. അത് കൂടി വന്ന് എൻ്റെ കൈപ്പത്തീൻ്റെ വലിപ്പം വരെ എത്തുകയും ചെയ്തു. എങ്കിലും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാൻ ഉടമ്പടി എടുക്കാനോ ഇവിടെ വരാനോ അതിനെക്കുറിച്ച് ആലോചിച്ചേ ഇല്ല. പക്ഷേ പിറ്റേ ദിവസം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിട്ടിൽ ആരും ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു, കൃപാസനത്തിൽ പോ. അതൊരു ശാസനയോടെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ നടയിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതാണ്. അതേമാതിരി തന്നെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര ഹീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയം ഉണ്ടായിരുന്ന ചൊറിച്ചിൽ അതെവിടെ പോയിന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ആ സമയത്ത് ഗ്യാസ്ട്രിക് പ്രശ്നം, എനിക്ക് ഒരു ഫുഡ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതും എനിക്ക് അപ്പം തന്നെ മാറിക്കിട്ടി. എൻ്റെ മേത്തൊരു തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. അന്ന് വൈകുന്നേരം ഞാൻ പോയി കുമ്പസാരിച്ചു. അന്ന് രാത്രി ഞാൻ എല്ലാ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു, ഉപ്പിട്ട് വെള്ളം ഞാൻ കുടിച്ചു. എല്ലാ കയ്യിലും മേത്തും എവിടെയൊക്കെ എനിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നോ, ചൊറിച്ചിലുണ്ടായിരുന്നോ അവിടെയൊക്കെ ഞാൻ പുരട്ടി. എൻ്റെ മക്കൾക്കും ഞാനത് യൂസ് ചെയ്തു. അന്നത്തെ രാത്രി എനിക്ക് ഭയങ്കര അനുഭവമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വയറ് കലങ്ങി മറിയുന്നൊരു വലിയൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് നന്നായിട്ട് വൈബ്രേഷൻ അനുഭവപ്പെടുകയും നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ കാലിൽ വെരിക്കോസിസ് വെയിനും ഉണ്ടായിരുന്നു. കാലിന് നരമ്പ് തടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ ഈ തൈലം പുരട്ടിയായിരുന്നു. ആ സമയത്ത് കാലും ഒക്കെ നല്ല വേദനയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഉറങ്ങിപ്പോയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം എനിക്ക് 75% എൻ്റെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിമുക്തിയായതായിട്ട് എനിക്ക് തന്നെ മനസ്സിലായി. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു.
ഇപ്പോഴും അലർജി സംബന്ധമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ മക്കൾക്കും മാതാവ് ഈ നേർച്ച വസ്തുക്കളിലൂടെ പൂർണ്ണ രോഗസൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് ഞാൻ 2010 BEd പാസ്സായത്. ആ പാസ്സായ സമയത്ത് എനിക്ക് കേട്ടറ്റ് എക്സാം ഞാൻ എഴുതാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. 10 തവണയോളം ഞാൻ കേട്ടറ്റ് എക്സാം എഴുതി. ഹൈസ്കൂളിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് അത് ഭയങ്കര ടഫായിരുന്നു. എനിക്കത് എഴുതിയെടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഞാനിവിടെ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ എനിക്ക് കേട്ടറ്റ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പോവുകയും എൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരിശ് വരയ്ക്കുകയും ഉപ്പിടുകയും പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊണ്ട് എൻ്റെ ആൻസർ ഷീറ്റിലും കുരിശ് വരച്ച് ഞാൻ എക്സാം എഴുതി. എത്രയും ദയുള്ള മാതാവിയും നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാണ് ഞാൻ കേട്ടിട്ട് എക്സാം എഴുതിയത്. അതിൽ 2 ഓപ്ഷൻസ് എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. അതായത് 2 ആൻസേഴ്സ് എനിക്ക് വരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ഞാൻ എൻ്റെ മനസ്സിൽ നിരൂപിക്കുന്ന ആൻസറും രണ്ടാമത്തെ എനിക്ക് മാതാവ് പറഞ്ഞു തന്ന ആൻസറുമായിരുന്നു. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ഞാൻ രണ്ടാമത് മാതാവ് പറഞ്ഞു തന്ന ആൻസറാണ് ഞാൻ എല്ലാത്തിലും ബബിൾ ചെയ്തത്. അതുകൊണ്ട് ആ മാതാവ് പറഞ്ഞു തരുന്ന എല്ലാ ആൻസറും ഞാൻ ബബിൾ ചെയ്തുകൊണ്ട് എനിക്ക് കേട്ടൻ്റെ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു. ഈശോയ്ക്കും ദേവകുമാരനും ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത സാക്ഷ്യം, എൻ്റെ മകള് 7ാം ക്ലാസ് വരെ ICSE ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ 8th ഞങ്ങൾക്ക് ഇവിടെ കേരള സിലബസിലേക്ക് മാറ്റണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിലേക്ക് അവൾക്ക് ഞങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ അവിടെ 300ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. 65 കുട്ടികൾക്ക് മാത്രമേ അവിടെ സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അവർ. അപ്പോൾ ഞാൻ മാതാവിനോട് ലൈറ്റേക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ലൈറ്റേക്കാൻ്റെ പ്രെയറും ഇട്ട് പ്രാർത്ഥിച്ചു. മോക്ക് അവിടുത്തെ അച്ഛനെ ഞങ്ങൾ കാണാൻ ചെന്നതും ആ അച്ഛൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി മോൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി തരികയും ചെയ്തു. അതേമാതിരി തന്നെ ഇവൾ 10th എക്സാം എഴുതുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ട്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്കത് വളരെയധികം കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ട്യൂഷന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളെ ട്യൂഷൻ ഒഴിവാക്കി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കുക, രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥനയും വൈകുന്നേരം ചെല്ല് ബൈബിളും വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളത് ചെയ്തു. വീട്ടിലിരുന്ന് പഠിച്ചു. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും മോഡൽ എക്സാമിൻ്റെ സമയത്തും പബ്ലിക്കിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ടഫായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. എക്സാം ഭയങ്കര ടഫായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ അപ്പോഴും ഇവളെ പള്ളിയിൽ കൊണ്ടുപോവുകയും രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയും രാവിലെ പോകുന്ന സമയത്ത് 5:30 ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക. പിന്നെ അതേസമയം തന്നെ ഇവൾക്ക് ഞാൻ കുരിശ് വരച്ച് കൊടുക്കുകയും ഉപ്പിട്ട വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എക്സാമിന് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ജോസഫ് അച്ഛനെ കണ്ട് എനിക്ക് ഇവളെ ആശീർവദിപ്പിക്കണമെന്നും കാശ് രൂപം ഇവൾക്ക് കൊടുത്ത് വിടണമെന്നും. പക്ഷേ എനിക്ക് ആ സമയത്ത് കൃപാസനത്തിലേക്ക് വരാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനും സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അച്ഛൻ അനുഗ്രഹം വാങ്ങാൻ സാധിക്കുന്നില്ല. നീ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോണേ, അവളെ കൊണ്ട് പരീക്ഷ നീ തന്നെ എഴുതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം ഞാൻ ഞായറാഴ്ച എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയപ്പോൾ അവിടെ മുകളിലത്തെ നിലയിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടുത്തെ ജനലിൻ്റെ സൈഡിൽ ഒരു കൃപാസനം കാശുരൂപം, അത് ഓവൽ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. ഓവൽ ഷേപ്പിലെ കൃപാസനം കാശുരൂപമാണ് ജനലിൽ വെച്ചിരുന്നു. അത് ആരോ കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെയാണ് അവിടെ ഇരുന്നത്. അതിൻ്റെ കൊളുത്താണെങ്കിലോ ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത കൊളുത്തും. ഞാൻ നന്നായിട്ട് നോക്കിയിരുന്നു അത് പുതിയ കൊളുത്താണോ അല്ലെങ്കിൽ ആരെങ്കിലും മാലയിൽ നിന്ന് അറ്റുപോയതാണോ എന്ന്. പക്ഷെ ആയിരുന്നില്ല, അത് ശരിക്കും പുതിയ കൊളുത്ത് തന്നെയായിരുന്നു. അത് ഞാൻ എൻ്റെ മോളുടെ മാലയിൽ കൊളുത്ത് വിട്ട് അവൾ ആ കാശുരൂപം വെച്ചിട്ടാണ് ഇവിടെ പരീക്ഷ എഴുതി. അങ്ങനെ അവൾ ഫുൾ A+ 10th മാർക്ക് വാങ്ങുകയും എല്ലായിടത്തും നിന്ന് അവൾക്ക് കൂടുതൽ സമ്മാനങ്ങളും ഒക്കെ നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ അതേമാതിരി തന്നെ ഇവൾ കൊക്കോ എന്ന് പറഞ്ഞൊരു സ്പോർട്സിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ടീം വളരെയധികം മോശമായിരുന്നു. അവളവിടെ കോച്ച് ചെയ്യാനോ നല്ല സാറുമാരോ നല്ലോണം കളിക്കുന്ന പിള്ളേരോ അങ്ങനെ ഒരു നല്ല ടീമായിരുന്നില്ല.
ആവറേജ് ഒരു ടീം. പക്ഷെ ഇവർ കളിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരു മത്സരത്തിന് പോയി, സബ് ജില്ലയിലേക്ക് അവർ മത്സരിക്കാൻ. പക്ഷേ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെയാണ് അവർ മത്സരിക്കാൻ പോയത്. അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ മത്സരത്തിന് സമ്മാനം വാങ്ങണം, ഫസ്റ്റ് വാങ്ങണമെന്ന് ഇവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവൾ കളിക്കുന്ന സമയത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, എത്രയും നീളം മാതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര മഴയും ഉള്ളൊരു ദിവസമാണ്. ആ ഗ്രൗണ്ട് മുഴുവനും നിറച്ച് വെള്ളവും ചെളിയും ഒക്കെയാണ്. അപ്പോൾ ഇവർ കളിക്കുന്നതും ആ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് ഇവൾക്ക് ഒരു ബ്രൗൺ കളർ കൊന്ത കിട്ടുകയും അവൾ ആ കൊന്ത എടുത്തപ്പോൾ ആ കൊന്തയിൽ ഒരു ചെളിയോ ഒരു മണ്ണോ തലേ ദിവസത്തെ മഴയോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവൾക്ക് അത് മാതാവ് അപ്പം തന്നെ കൊടുത്തതാവാനായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കൊന്ത വെച്ച് അവൾ കളിക്കുകയും അവർക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് ലഭിക്കുകയും ജില്ലാ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും കൊടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ക്ലീൻ ചെയ്യാൻ പോകും. അവർക്ക് അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അവരോട് സംസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ബസ് സ്റ്റാൻഡുകളിലൊക്കെ പത്രം കൊടുക്കുക. പിന്നെ ക്രൈസ്തവരായവരോട് പറയുക ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എനിക്ക് ലഭിച്ച രോഗസൗഖ്യം അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, സാക്ഷ്യങ്ങൾ കാണും, അത് നമ്മൾ ഷെയർ ചെയ്തും സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും, വചനം വായിക്കും. വചനം പഠിക്കാനും നല്ല താല്പര്യമുണ്ട്, അതുകൊണ്ട് എല്ലാ വചനങ്ങളും പഠിക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടിയില്ലെങ്കിലും എല്ലാം വിടാതെ കൂടാറുണ്ട്. കുമ്പസാരം 2 ആഴ്ചയിലൊരിക്കൽ നടത്താറുണ്ട്. ഇത്രയും ചെയ്താന്ന ദേവമാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവിടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സനിത AS കോഴിക്കോട് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, താൻ ഏറെ നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന അലർജി സംബന്ധമായ എല്ലാ രോഗങ്ങളും അത് പൂർണ്ണമായിട്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ടോടുകൂടിയാണ് കൊണ്ടു നടക്കി ചെയ്തത്. എന്നാൽ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെ പരിശുദ്ധമായ അനുഗ്രഹമെന്നോണം തനിക്കൊരു വലിയ രോഗസൗഖ്യത്തിലേക്കാണ് താൻ കടന്നു വന്നുള്ളൊരു വലിയ ബോധ്യത്തോടു കൂടി തനിക്കത് അനുഭവിക്കുകയും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധമായ അനുഗ്രഹമെന്നോണം അത് പൂർണ്ണമായിട്ടും അസുഖങ്ങൾ മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് ബി എഡ് പാസ്സായതിനു ശേഷം കേറ്ററ്റ് ഹൈസ്കൂളിലേക്ക് വേണ്ടിയിട്ട് അത് പലതവണ ട്രൈ ചെയ്തെങ്കിലും അത് പലതവണ ഫെയിലാവുകയാണ് ചെയ്തത്. എന്നാൽ പരിശുദ്ധം മടിച്ചതുകൊണ്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളും വിശ്വാസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കേറ്ററ്റ് എക്സാം പാസ്സാകുവാനും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തോടെ ഈ കേറ്ററ്റ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ മകളുടെ അനുഭവസാക്ഷ്യത്തിലാണെങ്കിലും മകൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനും അതോടൊപ്പം തന്നെയാണെങ്കിലും കൊക്കോ ഒരു സ്പോർട്സ് ഐറ്റംസിൽ അത് ജില്ലാതലത്തിൽ 1ാമത്തെ വിജയമായിട്ട് നൽകുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടാകുന്നുള്ളൊരു വലിയ വാക്കുകളിലൂടെയാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മകളുടെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം കൊടുത്തുവിടുവാനായിട്ടും അത് തനിക്ക് ലഭിക്കുകയുണ്ടായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഇവിടുത്തെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ഈ കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നിരവധിയായ നിയോഗങ്ങളും ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവം